മോശമായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ അപ്പ ഉമ്മ എന്ന് പറയുന്ന ചിന്തകൾ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക. പാപ്പയോട് ഉമ്മയോട് ഇത്രമാത്രം വലിയ കമ്മിറ്റ്മെന്റ് എന്തിന്? അതല്ലാതെ മാതാവിനോട് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരിക്കണമെന്ന്. അതുകൊണ്ട് രാത്രിയിൽ ഒരുപാട് ഉറക്കൊഴിച്ചിട്ടുണ്ട് എന്ന്, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവർ വേദനിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അവരോട് മൊഴിയുമ്പോ ഓഫ് എന്ന് ചേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധമായ ഖുർആനാണ്. ആ മൂല്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് മദ്രസകളെ നമ്മൾ കുറ്റപ്പെടുത്തും പറയാം. കാരണം കുറെ വട്ടം പൊട്ടൻ തന്നെ പണ്ട് ആടിനിട്ട് അങ്ങനെ ഒരു 4-5 വളവ് കഴിഞ്ഞപ്പോ എല്ലാവരും ചോദിക്കണേ എല്ലാ ആട്ടും ആർജവത്തോടെ പറയാൻ പറ്റണം. ആർജവത്തോടെ പറയാൻ പറ്റണം. ബുഖാറയിലൂടെ എന്നാണ് പുസ്തകത്തിന്റെ പേര്. നമ്മുടെ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാൻ, അന്ന് ചെയർമാനായിരുന്ന കാലത്ത് പേഴ്സണൽ ലോ ബോർഡിന്റെ ഇന്ത്യൻ ചെയർമാനാണ് അദ്ദേഹം. നമ്മുടെ ഫൈസാബാദ്, നിങ്ങൾക്ക് അടുത്തുള്ള ഫൈസാബാദിൽ ഒരിക്കൽ പരിപാടിക്ക് വേണ്ടി വന്ന സമയത്ത് മൈക്ക് പിടിച്ചുകൊടുത്തിരുന്നത് ആരെന്നറിയോ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. മനസ്സിലാക്കണമെന്നില്ല മഹത്വങ്ങളൊക്കെ. എന്ന് വെച്ചാൽ അദ്ദേഹം പ്രായാധിക്യമുണ്ടായത് കൊണ്ട് വേറെയുള്ളവരെ ഏർപ്പാടാക്കാൻ അന്നത്തെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞതിലെ നിങ്ങളും പാടുകളാക്കി മാറ്റിയിട്ടുള്ള ലെനിന്റെ തേരോട്ടത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. മാക്സിം ഗോർക്കിയും തേജനെയും എങ്ങനെയാണ് ഇവർക്കെതിരെ എഴുതിയത് എന്ന് പറയുന്നുണ്ട്. അഥവാ അവരുടെ കൂടെ നിന്നിട്ട് ഒരു സമുദായത്തെ വെട്ടിക്കൊടുത്തത് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവണതയെ കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വായിക്കുക. ബുഖാറയിലൂടെ എന്ന USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന USSR എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാനുള്ള നിമിത്തങ്ങളെ കുറിച്ച് ഹിസ്റ്ററിയിലുമുണ്ട്. റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അന്ന് സമ്മാനം ഏറ്റുവാങ്ങിയിട്ടുള്ള 127 ആൾക്കാരുടെ അവർക്ക് അറിയില്ലായിരുന്നു എന്ത് സമ്മാനമാണ്. ഇതേപോലെ ഉണ്ടോ എന്ന് 100 വട്ടം ചോദിച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് പോകില്ല. മനസ്സിലായോ? നേരെ മറിച്ചിട്ട് ഇപ്പത്തെ കുട്ടികളോട് അറിയാതെ എങ്ങാനും വലിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ വലിക്കാത്ത കുട്ടി 2ാമത്തെ തവണ വലിക്കും. വലിക്കാത്ത കുട്ടി വലിക്കും. അതുകൊണ്ട് നിങ്ങൾ സംശയാസ്പദമായ ചോദ്യങ്ങളായിട്ട് പോകരുത്. ഞാൻ സൈക്കോളജി ഇപ്പൊ പറഞ്ഞത്, പുതിയ കുട്ടികൾക്ക് ഭയങ്കര ഈഗോ ആണ്. അവർ നല്ല നന്മയുള്ളവരുമാണ്, നന്മയുള്ളവർ. ഈ ഒരു 4-5 ദിവസം കൊണ്ട് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അമീർ പാർക്കിന്റെ കുട്ടി ആക്സിഡന്റ് ആയി പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്ലഡ്. ഓടി വന്ന് കുറെ കുട്ടികൾ, ഇവന്റെ കൂട്ടുകാർ. ആ കൂട്ടുകാരൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 35-40 ആളുകൾ. എത്ര മണി വരെ എന്നറിയോ? മൊയ്നലി തങ്ങൾ ഉണ്ടായിരുന്നു. മൊയ്നലി തങ്ങൾ അതിലൂടെ പോകുമ്പോ വാർത്ത കേട്ട് വന്നിട്ട് പാവം 3:30 മണിക്ക് അവിടെ നിന്ന് ആശുപത്രിയിൽ പോയത്. അവിടെ മൊത്തത്തിൽ കേവലം 18-നും 20-നും ഒക്കെ വയസ്സിന്റെ ഇടയിലുള്ള ഇവന്റെ പ്രായമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നമുക്കൊരു അപകടം വരുമ്പോ ഈ പാവം തെരുവിലിരിക്കുന്ന മക്കളെ നമ്മൾ കളിയാക്കുന്നവരെ ഉണ്ടാകൂ. അത് നമ്മൾ തിരിച്ചറിയണം. അത്തരം മക്കളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് വിമർശിച്ചു കൊണ്ടുപോകല്ലേ. അതെന്താ ഞാൻ പറയാനുള്ള കാരണം എന്നറിയോ? ഇങ്ങനത്തെ കുട്ടികളെ റാഞ്ചി എടുക്കാനാണ് പലരുടെയും ഉത്തരവാദിത്വം. ഈ പ്രായക്കാരാണ് എപ്പോഴും നമുക്ക് എതിരായി നിൽക്കുക. ഏകദേശം 13 ആണ്ട് കഴിഞ്ഞാൽ പിന്നെ 24 വയസ്സ് വരെ കാലഘട്ടം തന്നെ ഉമ്മാനിപ്പാനൊക്കെ എതിർക്കുന്ന ഒരു കാലഘട്ടം. അതിന് റവല്യൂഷൻ എന്നും വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പേര് കൊടുക്കും. പക്ഷേ അത് താന്തോന്നിത്തരമായിരുന്നു എന്ന് കാലം അവർക്ക് തെളിവ് കൊടുക്കും. പക്ഷെ അപ്പോഴേക്കും അവരെ മെല്ലെ ഇങ്ങനെ ചിറക് വിരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഏത് കുഴിയിലാണ് പോവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടും. അതുകൊണ്ട് ആ തലമുറയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാൻ താഴെക്കോട് പഞ്ചായത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും മലപ്പുറം മണ്ഡലം ചെയ്തൊരു കാര്യം നിങ്ങളോട് പറയാം. മലപ്പുറം മണ്ഡലത്തിലെ എല്ലായിടത്തും ഒരു പരിപാടി നടന്ന ന്യൂജൻ എന്ന് പറഞ്ഞു 3G മീറ്റ് എന്ന് അന്ന് അവർ പേര് കൊടുത്തത്. അന്ന് 3G ആയിട്ടുള്ളൂ, വളരെ 5G, ചൈനയിലൊക്കെ 10G ഒക്കെ ആയി. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഞാൻ പരിപാടിക്ക് അന്ന് മുനപ്പുറത്തങ്ങളുടെ ഉദ്ഘാടനം, എന്നെ പ്രസംഗം, അങ്ങനെ 2 പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാളുടെ കൺക്ലൂഷൻ, ഉസ്മാൻ താമരത്തായിരുന്നു ഒരു കൺക്ലൂഷൻ. ഇങ്ങനെ ക്യാമ്പ് നടത്തി. അപ്പൊ അതിന്റെ നിയമം എന്തായിരുന്നു അറിയോ? യൂത്ത് ലീഗർ അങ്ങോട്ട് വരരുത്, MSF വരരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം പുതിയ കുട്ടികളെ മാത്രം കൂട്ടിയിട്ടുള്ള പരിപാടി, പുതിയ കുട്ടികളെ മാത്രം കൂട്ടിയിട്ട്. ഇതുവരെ MSF യൂത്ത് ലീഗിലൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളെ കൂട്ടിയിട്ട് അതിമനോഹര എല്ലാ ക്യാമ്പിലും 300-400 നല്ല ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്താൽ ഉഷാറ് പരിപാടി. ഞാനൊരു മണ്ഡലത്തിന് നിലവാഴ്ത്തി പറയല്ല, അവർ ചെയ്ത പരിപാടി നന്മയാണല്ലോ. അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളെ നമുക്ക് കിട്ടണം. ആ തലമുറയിലെ കുട്ടികളെ ഉപദേശം കൊണ്ട് പോകാതെ നിർദ്ദേശം കൊണ്ടാക്കിയിട്ട് നമ്മുടെ ചാരത്ത് ചേർക്കണം. അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ന്യൂ വോട്ടർമാരായതുകൊണ്ടല്ല. ഇവിടുത്തെ മൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ
അവരെ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കണം. പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന് വേണ്ടി ഒരു ഇമോഷണൽ ജേർണി നിങ്ങൾ സംഘടിപ്പിക്കണം. പെരക്കാര് അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഉമ്മയും ചെറിയ 2 കുട്ടികളും പോകും. മൂത്ത കുട്ടികളപ്പോൾ അവരെ കൂട്ടുകാരെ പോയിട്ട് അങ്ങനെയല്ല. നമുക്ക് 23 വയസ്സായ മോനെ, ആ മോനായിരിക്കും നമ്മുടെ വണ്ടിന്റെ ഡ്രൈവറൊക്കെ. അപ്പോഴാ ഇമോഷണൽ ബോണ്ടിങ് വരും. അല്ലാതെ വാപ്പുണ്ടാവും, ഉമ്മ ഉണ്ടാവും, ചെറിയ 2 കുട്ടികളുണ്ടാവും. അവര് പിന്നെ ഈ ഇക്കാലത്തേക്ക് എത്താറായിട്ടില്ല. അതുകൊണ്ട് അവര് കൂടെ വരും. മൂത്ത 2 മക്കളോ അവര് പറയും നിങ്ങളെ കൂടെ നമ്മളില്ല, നമ്മൾ ഫുള്ള് ഫ്രണ്ട്സിന്റെ കൂടെ. അത് മാറ്റിമറിക്കണമെങ്കിൽ ഉമ്മ ഒരു രാജകുമാരിയെ പോലെ ആകണം. രാജകുമാരി എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പാനെ കുറ്റപ്പെടുത്തി അടിമയാക്കി അടിമന്റെ അടിമയായിട്ട് കഴിയിച്ചത് വലിയൊരു ഇടങ്ങറാണ്. മനസ്സിലായോ? ഭർത്താവിനെ അടിമയാക്കി ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല കേട്ടോ. താഴേക്കോട് പഞ്ചായത്തിൽ ഉണ്ടാവുകയില്ല. എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അടിമയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അടിമയായിട്ട് ജീവിക്കും. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവിനെ രാജാവാക്കി ആ രാജാവിന്റെ രാജ്ഞിയായിട്ട് കഴിയും. എങ്ങനെ കഴിയണം നിങ്ങൾ തീരുമാനിച്ചു. അതിന് ഈ മൈന്ത് ചെങ്ങായി രാജാവും വേണം. നല്ല ഉഷാറായിട്ട് വളരണം. മക്കളെ എങ്ങനെ പഠിപ്പിക്കണം എന്നൊരു ചിന്തയുണ്ടാകണം. നമുക്ക് വിദ്യാഭ്യാസം കുറവാന്ന് വിചാരിക്കും. ഈ വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ മക്കളായിട്ട് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാവുന്നത്. ഞാൻ പഠിച്ചത് എങ്ങനെയാണ്? ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കുട്ടികളപ്പോ നീറ്റിലൊക്കെ ഏറ്റവും ടോപ്പ് റാങ്ക് എടുക്കണം. പാവം ഹരിജൻ കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് കയറിപ്പോണത്. ഇപ്പൊ എൻ്റെ നാട്ടിലെ ഒരു കുട്ടി ഞാനിങ്ങനെ പരിചയപ്പെട്ട്, ഞാൻ പള്ളിയിൽ ഞാൻ നടന്നിട്ടല്ലേ പോ, വണ്ടിയുടെ ദൂരം ഉണ്ടായതുകൊണ്ട്. അപ്പൊ അന്ന് വണ്ടി അവിടെ വെറുതെ നടന്നു പോയി. അടുത്തിടെ ആ നടന്നു പോകുന്ന സമയത്ത് ആളെ പെൺകുട്ടി അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ നീ എവിടെ പഠിക്കണത്? അപ്പൊ പറഞ്ഞു ഷാജി എന്ന് പറഞ്ഞ ഒരാളെ മോളാണ്. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഹൈജൻ കുട്ടിയാണ്. എവിടെ പഠിക്കണം? ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് അത് ഞാൻ MSc പഠിക്കും. MSc ഫിസിക്സിന് യൂണിവേഴ്സിറ്റിയിലാകെ 10-20 സീറ്റിലെ ഒരു സീറ്റ് ഈ കുട്ടിക്കാണ്. ഇന്ന് പഠിക്കാത്തവരുടെ മക്കൾ പഠിച്ചോണ്ട്. കാരണം പഠിക്കാത്തവനൊരു കിനാവുണ്ട്. എന്താണെന്നറിയോ? എന്റെ മക്കൾ എവിടെയെങ്കിലും നിർത്തണം. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഗൾഫുകാരൊക്കെ പറഞ്ഞത് KMCC-ക്കാർ കേൾക്കുന്നുണ്ടല്ലോ. ഈ KMCC-ക്കാരെന്നാണ് നിങ്ങളെ വിചാരം എന്താണ്? എല്ലാവരും രാജാക്കന്മാരെന്നാണ്. അല്ലട്ടോ, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പൈസ ഉള്ളവരും, ബാക്കിയൊക്കെ പാവപ്പെട്ടവരാണ്. ഞാൻ ഇഷ്ടം പോലെ എല്ലാ മാസത്തിലും എന്ന പോലെ KMCC പരിപാടിക്ക് ദുബായിക്ക് പോകണം. അവിടെയൊക്കെ ജോലി ഇല്ലാത്തവരുണ്ടാവും. ചിലർ വന്നിട്ട് പറയും സാറേ എന്റെ ജോലി ബൈക്കിനോട്ട് നിങ്ങൾ ദോരക്കനട്ടാന്നൊക്കെ പറഞ്ഞു തന്നെ എത്രയോ KMCC-ക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരോട് പോയിട്ട് ഇതേപോലെ സത്സംഗം ഉണ്ടാവും. അവരോട് പോയിട്ട് നാട്ടിലൊരു വീട് വെക്കണം ഒരു പാവപ്പെട്ട ആൾക്ക് എന്ന് പാർട്ടി ആവശ്യപ്പെടുമ്പോ, തങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുമ്പോ പോക്കറ്റിൽ നിന്ന് 100 ദിർഹം എടുത്ത് നീട്ടുമ്പോ ആ സാധുവിന്റെ വീടിന് വരെ എന്തിട്ടുണ്ടാവില്ല എന്നറിയാം, തറക്കല്ലിട്ടുണ്ടാവില്ല. കേരളം എന്ന് കേൾക്കുമ്പോ, നാടെന്ന് കേൾക്കുമ്പോ, പാവപ്പെട്ടവരെന്ന് കേൾക്കുമ്പോ ഈ പാവങ്ങൾ എടുത്തു കൊടുക്കാൻ ആ നിസ്വാർത്ഥമായ സേവനത്തിന്റെ പേര് കൂടിയാണ് KMCC എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ എല്ലാവർക്കും വീടും സ്വൈര്യൊന്നും ആയിട്ടൊന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നാട്ടിലൂടെ റോഡ് പോകണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഫോൺ വിളിച്ചിട്ടും അത് വിളിച്ചപ്പോൾ എൻ്റെ നാട്ടിലൂടെ റോഡ് വികസിച്ച് പോവാൻ ഏറ്റവും കൂടുതൽ വെളിക്കാർ വരുന്നത് ഗൾഫിൽ നിന്നാണ്. ഗൾഫിന്റെ മക്കളാണ്. ഞാൻ അവർക്ക് നാട് എന്ന് അത്ര മഹത്വമുള്ളതാണ്. മാതാപിതാക്കളെ കുറിച്ച് പ്രസംഗിച്ചാൽ ഏറ്റവും കൂടുതൽ കരയുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുള്ളത് KMCC-യുടെ സദസ്സ് പോകുമ്പോഴാണ്. കാരണം അവര് ഗൾഫിൽ നിന്നല്ലേ കേൾക്കണത്. അപ്പൊ ഉമ്മാനെ കണ്ടിട്ടുണ്ടാവില്ല. ആ സാധു ജോലി കൊണ്ട് 2 വർഷത്തിലൊരിക്കൽ മാത്രം ഒരു മാസത്തിന് ഉമ്മാനെ കണ്ടു പോണത്. ഇവിടെ എന്നും ഉമ്മാനെ കാണുന്ന ആൾക്കാർക്ക് ഉമ്മാരെ വില അറിയില്ല. പക്ഷേ 2 കൊല്ലത്തിൽ ഒരു മാസത്തിൽ മാത്രം വന്ന് കാണുന്ന ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോഴേക്ക് അവിടെ കണ്ണുകൾ നിറയാറുണ്ട്. അവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും കരയാതിരിക്കണമെങ്കിൽ മക്കൾ നല്ലൊരു പ്രബലമായ ഒരവസ്ഥയിലേക്ക് എത്തണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ കൊണ്ടുപോ. മാസത്തിൽ ഒരിക്കലെങ്കിലും, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലെങ്കിലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി മക്കളെയും കൂട്ടിയിട്ടൊരു യാത്ര. പറ്റുമെങ്കിൽ ഏതെങ്കിലും വലിയൊരു കുളത്തിലൊക്കെ പോകും. അവിടെ സ്ത്രീകളും ആണുങ്ങളും ഒന്നും കൂടി എല്ലാം കൂടി ഉണ്ടാവരുത്. നമ്മുടെ മൂല്യത്തോടു കൂടി പോണവരാണ്. മുസ്ലിം ലീഗ് എന്നും അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുമ്പോ വാപ്പനങ്ങനെ പിടിച്ചിട്ട് വാപ്പയെ തന്നെ തള്ളാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടാവണം? മക്കൾക്കുണ്ടാവണം. അവിടെ ഒരു ഒലക്കമുട്ടിയായിട്ട് ആരും നിൽക്കരുത്. വാപ്പ നിൽക്കരുത്. വാപ്പാരെ തന്നെ ഭയങ്കര ബഹുമാനം വേണ്ടേ? വാപ്പനെ കുറിച്ച് പുറത്തൊക്കെ തള്ളലാണോ?
എനിക്ക് എൻ്റെ മക്കളൊക്കെ എന്നെ കുറിച്ച് അങ്ങനെ തള്ളലും ബാപ്പയൊന്നും ചിലപ്പോൾ വിളിക്കില്ല, ഉണ്ടാകാതെ വന്നിട്ട് ഉണ്ടല്ലോ. അതൊക്കെയാണ് ഇതിന്റെ രസം. ഇപ്പൊ ഇവിടെ നടക്കുന്ന ആ കുട്ടികളുടെ ബലൂണ് വേണ്ടി ഇതാക്കണം, കിട്ടായിട്ട് തിരക്കൂടണം, അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞത്. അല്ലാതെ ഉണ്ടാതെ അവിടെ ഇരിക്കണമെന്ന് ഞാൻ പ്രസംഗത്തിൽ പറയാൻ പാടില്ല. അവര് ബലൂണ് പറത്തി എങ്ങനെ നടക്കണം. ബലൂൺ പറത്താതെ അങ്ങനെ വെറുതെ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. ഒരു ബലൂണൊക്കെ പറത്തി അതൊന്ന് ഇടയ്ക്ക് ഉള്ളിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച്, പിന്നെ ഇതൊന്ന് പൊട്ടിച്ച്, മറ്റവന്റെ പൊട്ടുമ്പോൾ ഇതൊന്ന് പൊട്ടിച്ച്, അതാണ് കുട്ടികൾ. കുട്ടികൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ എപ്പോഴും ഉപദേശം ഇങ്ങനെ കൊണ്ടുനടക്കരുത്. അവര് നമ്മുടെ ചങ്കാണ്. കുട്ടികളെ ശരിക്കും എങ്ങനെ കാണണമെന്നറിയോ? ചെറിയ മക്കളെ, ഇമ്മാതിരി മക്കൾ, ഇതിനേക്കാൾ കുറച്ച് മുതിർന്നവരൊക്കെ ഉമ്മ ഞാനേ ഇന്നേ സ്കൂളിലെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞ വാക്കിയിട്ട് അവര് വരും. അപ്പൊ ഇത് നമ്മളെന്താ പറയാ? നമ്മൾ ചോറൊക്കെ സ്കൂൾ കൊണ്ടുവന്ന പറയല്ലേ? എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളത് പറയല്ലേ? അപ്പൊ അവനെ ചാലത്തെ ചേർത്തിട്ട് ചോറൂറ്റിക്കോ, നോക്കണം അവിടെ മേലേക്കാവണം, മുത്തം കൊടുത്ത് വളർത്തിക്കോ, എപ്പോഴും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകും. അവൻ മൊബൈൽ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തെ പൂർണ്ണമായി ഒഴിവാക്കാനല്ല ഇന്നത്തെ കാലഘട്ടം. കാരണം ജെൻ സി ആണ് ഇതിൽ പല ആൾക്കാരും. നമ്മൾ അതിന് മുമ്പുള്ള ആൾക്കാരാണ്. ഇപ്പോഴുള്ള ആൾക്കാർ ജെൻ എന്ന് പറയുന്നത് സി അല്ല, അതിന് ശേഷമുള്ള അൽഫയാണ്. ജെൻ അൽഫ എന്ന് പറഞ്ഞാൽ 2010 മുതൽ 2025 വരെയുള്ള കുട്ടികൾക്കാണ് ജെൻ ആൽഫ എന്ന് പറയാം. അപ്പൊ ഇപ്പൊ ഏകദേശം 13, 12, 10, 8 വയസ്സായാലൊക്കെ ജെൻ ആൽഫയാണ്. ഈ ജെൻ ആൽഫ എന്ന് പറയുന്നതിലുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആ ടെക്നോളജി ഉപയോഗിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ പോസിറ്റീവ് വശം പറഞ്ഞത്, അല്ലാതെ ടെക്നോളജി നേരെ മാറ്റാൻ വിചാരിക്കണ്ട. കാരണം അത് അവരുടെ ലോകം അതാണ്. നമ്മൾ ഏതുപോലെ ഹീറോ പെണ്ണും അതേപോലെ തന്നെ പണ്ടത്തെ റെയ്നോൾസ് പേനയും അരുൾ ജ്യോതി മിഠായിയും അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ തേൻനിലാവും ഇവിടെ കണ്ടായിരുന്നില്ല, അത് കടിച്ചപ്പറച്ച് നിങ്ങൾ പറയുന്നുണ്ടോ പറഞ്ഞൂടാ, അങ്ങനെയൊക്കെയുള്ള മുട്ടായി അതൊക്കെ പറയാം. അങ്ങനെ തന്നെ പറയാൻ അതിന്റെ രസം. ഇതൊക്കെ ഇട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം. അതേപോലെ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹൗ ടു യൂസ് ഇറ്റ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം. ഡെയിലി 3 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല എന്ന നിർദ്ദേശം അവർക്ക് കൊടുക്കണം. ഉമ്മന്റെ മൊബൈൽ കൊടുക്കുമ്പോൾ ആ 3 മണിക്കൂറിൽ തന്നെ ഒന്ന് അവരുടെ മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് എന്റർടൈൻമെന്റ്, അവരുടെ ഗെയിമിന് വേണ്ടി കൊടുത്തേക്കണം. ഗെയിമെന്ന് മാറ്റിയെടുത്തൊന്നും വേണ്ട, പക്ഷേ ആ ഗെയിം തന്നെ പോസിറ്റീവ് ഗെയിമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. അപ്പൊ അവർക്ക് ടാസ്ക് കൊടുക്കണം. ഞാൻ എൻ്റെ മോൻ കൊടുക്കുന്ന ടാസ്ക് ഉണ്ട് റീകൺസ്ട്രക്ഷൻ. ഇപ്പോഴും അവനെ ഇമ്മൻ കൊടുക്കുന്നില്ല. റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദുബായ് റീകൺസ്ട്രക്ട് ചെയ്യും. ബുർജ് ഖലീഫ അവിടെ നിർത്തുകൊണ്ടിട്ട് ജബലരി കൊണ്ടുപോവുക, ജബലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. ചിന്തിച്ച് റൂട്ടുണ്ടാക്കി അതിന്റെ ട്രാഫിക് ഒക്കെ നിയന്ത്രിച്ചിട്ട് വേണം ഗെയിം കളിക്കാൻ. അപ്പോഴേക്കും കുട്ടികളുടെ ചിന്താഗതി എത്ര വലുതാവുന്നറിയോ? എഞ്ചിനീയറിംഗ് സ്കിൽ എത്ര വലുതാവുന്നറിയോ? മാപ്പിംഗ് ആൻഡ് പ്ലാനിങ് സ്കിൽ എത്ര കൂടുന്നറിയോ? അത്തരം ഗെയിമുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. നമ്മളെ കുട്ടികളെ കളിക്കണ കളിയൊന്ന് തലക്കെത്തി നോക്കുക, വെടിവെക്കുക, കൊല്ലുക, കാറ് വാങ്ങുക, അടുത്ത കാറ് തക്ക അയാളെ പൊക്കുക, കൊല്ലുക, എന്നിട്ട് അടുത്ത് പോവുക. ഇങ്ങനെ എന്നിങ്ങനെ പോയ അഡീക്വസി ഉണ്ടാകും. എന്താ അഡീക്വസി? അഡീക്വസി എന്ന് പറയുന്നത് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ, ഇപ്പൊ ഉദാഹരണത്തിന് വൈകുന്നേരം ആയാലും 4 മണി 5 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയുള്ള കുറെ ആൾക്കാർ കൂടുതലുണ്ട്. ഞാൻ ഈ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് രാവിലെ 3 ഓർമ്മ